ഞാൻ കരുതി നോമ്പായാലും പണി കുറയുന്നത്. ഇതിപ്പോൾ പണി കൂടുതലാണ് ചെയ്തത്. എന്താപ്പാ എനിക്കും പണിയായി, മൂന്നും പണിയായി. അത് നോമ്പിന് എത്ര പണി കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയതായിരുന്നു. ഞാൻ കാണിച്ചത് എന്തെങ്കിലും ഉള്ളത്. 1.5 മുറി തേങ്ങ, ഇവിടെ റേറ്റിംഗ് ചിക്കൻ കറി. നീ നോക്കി കാണിച്ചേ. കുക്കറിൽ വേറെ ബീഫ് കറി. അതായത് ഇവിടെ നോമ്പിന് ഒരാൾ ചിക്കൻ മാത്രം കൂട്ടണം, ബീഫ് കൂട്ടില്ല. അപ്പോൾ 2 ഐറ്റം കറി ഡെയിലി ഉണ്ടാക്കേണ്ടി വരും. പിന്നെ മുമ്പ് ഇവിടെ നന്നാക്കി പത്തിരി ചാമ്പള് ഇതൊക്കെ ഇപ്പം ഞാൻ തന്നെ ചൂടും വേണ്ടേ. ചൂടാ ചൂടാ ചൂടാ. ഇപ്പം തേങ്ങ ഞാൻ തന്നെ തരണം. അപ്പം ഇതൊരു മുറി, ഇത് ഹാഫ് മുറി. ഇനി നമ്മളെ ചേരണ്ട മന്ത കാട്ടാം. ഇതുപോലെ ചേരണ്ട. നമ്മളെപ്പോഴും ഭാര്യമാർക്ക് ഹെൽപ്പ് കൊടുക്കണം, അത് നല്ലതാണ് കേട്ടോ. ഇതുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ എല്ലാ പണിയും കൊടുക്കും. മോനെ മിറ്റടിച്ചൊരു കൊടുക്കും, മീൻ മുറിച്ച് കൊടുക്കും. അതുപോലെ തേങ്ങ ഇനി കുറച്ച് പാത്രം പോരാണ്ട് ഉണ്ട്. അത് കുക്കർ ഇട്ടിട്ട് മതി. അപ്പോൾ ഞാൻ മറക്കണ്ട ഇതുപോലെ തേങ്ങ എൻ്റെ പോയിട്ട്. അപ്പം നമ്മളെ തേങ്ങ എൻ്റെ കഴിഞ്ഞുമ്പോൾ ഞങ്ങൾ അടുത്തത് വറക്കും വേണോ. എല്ലാവരും പറയും പെണ്ണിട്ടിയാൽ പണി ഉണ്ടാവില്ല, പണി ഉണ്ടാവില്ല. ഇതിപ്പോൾ പെണ്ണിട്ടപ്പോൾ നമുക്ക് പണിയായി. ഇനി എന്താ അടുത്തത്? അപ്പം നമ്മളിത് വറക്കാൻ വെച്ചാണ്. ഇതിക്ക് മഞ്ഞപ്പൊടി ഇട്ട്, കുറച്ച് പെരിഞ്ചീരട്ട്, പിന്നെ 4 ജീവലിട്ട്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഗ്യാസിനാണ്. ഞാനത് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചു ഓൻ്റെ ഒരു തേങ്ങ അറക്കലെന്ന്. ഇനി നമ്മൾ കുറച്ച് 4 വേപ്പിലുള്ള വേപ്പിലൂടെ അല്ലേ അതാട്ട് വേപ്പിലിട്ട് വേപ്പിലിട്ട് പവളാട്ടം പോവാ. ആ ഇല മാത്രമേ ഇട്ടിട്ടുള്ളൂ, ബാക്കി ഞാനിട്ട്. ഞാനിതിലൊരു സംഭവം കാണിച്ചു തരാൻ മറന്നേ. ഈ ചിക്കൻ കറി വറുത്തരച്ചതേ ഒരു വേറെ ലെവലാണ് കേട്ടോ. കാരണം വെച്ചാൽ നമ്മളെന്ത് ചെയ്യുക, ഈ വറക്കണ കൂടുതൽ 2 തേങ്ങയുടെ കഷ്ണം എന്ത് ചെയ്യും, നമ്മൾ ഈ ഗ്യാസ്മ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക, അതായത് ഒന്ന് ചൂടാക്കുക. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മളോട് പ്രസ്സും അമർത്താൻ പറഞ്ഞേ, പക്ഷെ ഞാൻ അമർത്തി എന്താ അതിലൊന്ന് ആസാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉമ്മളിപ്പോൾ അമർത്തുന്നത് പത്തിയല്ല, ഇന്നാണ് അമർത്തുന്നത്. വേണ്ടി രണ്ടൊക്കെ അത്രക്കും ബലം കൊടുക്കുന്നുണ്ട്. ചിലവർ കാണാം ഇതിങ്ങനെ റൗണ്ടിൽ കൈക്ക പിടിച്ച് ഇങ്ങനെ ബോളാക്കണേ. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലേ, അതൊക്കെ വെറുതെ ആണ്. ഇതിപ്പോൾ കണ്ടില്ല, വെറുതെ പിച്ചിട്ടാണ്. ഒന്നും റൗണ്ടും കൂടില്ല. നോക്കി ശരിക്കും നോക്കി, എന്നാലോ അടിപൊളി റൗണ്ട്. ആ റൗണ്ട് കാണിച്ചതാ പ്രേക്ഷകർക്ക്, നമ്മളെ നമ്മളെ വീഡിയോ കാണുന്നവർക്ക് എന്താ രസത്തിൽ കാണാൻ ഫുൾ റൗണ്ട് ആയിക്കണേ. ചിലവരത് കൈക്ക് പിടിച്ചാണ്ട് ഇങ്ങനെ ഗുലാം ഉണ്ടാക്കണേ ഉണ്ടാക്കും. അപ്പോൾ പത്തിരി ചുടുത്ത് തുടങ്ങി. നോക്കി ഞാൻ കൈ കൊണ്ടല്ലേ. ചിലവരൊക്കെ ചട്ടകം വേണം, ഒരു വയതും വേണം. ഇതിൻ്റെ ആവശ്യമില്ല. ഇത് പ്രാക്ടീസിന് ഊക്കാൻ തോന്നട്ടാ, ഇത്രേ ഉള്ളൂ. ചിലർക്ക് ചട്ടകം വേണം, ചിലർക്ക് കത്തി വേണം, എല്ലാം വേണം. ഞാൻ 4 ചുടും, പക്ഷെ 3 ചുടുക 3 ചുടുള്ളൂ. അല്ലേ, ഇതിപ്പോൾ 4 ഉണ്ട്. ഞാൻ ചുടുമ്പോൾ 4 ഉണ്ടാവും, പക്ഷെ 3 ചുടുമ്പോൾ 3 ഉണ്ടാവും. പറയാൻ കിട്ടില്ല, നോമ്പായിട്ട് പറയാൻ കിട്ടില്ല. അപ്പോൾ ഞാൻ ഇനി ഒരുപാട് കാണാനുണ്ട്, കാണിച്ചതാ. ചൂടാണ്ട് പൊള്ളക്കണം ചെയ്യാന്. പൊള്ളക്കണം എന്തിനാ പൊള്ളക്കണ ആവശ്യം എന്താ? എൻ്റെ പരത്തലിൻ്റെ കുഴപ്പമാണ്. എല്ലാം പോലെ പരത്ത് എങ്ങനെയാലും പരത്തിയാണ് ഇന്ന കുറ്റം പറഞ്ഞത്. പക്ഷെ തമാശ ഉണ്ടാ, മൂന്നിൻ്റെ പത്തിരി ഉണ്ടല്ലോ, ഒരു 1.5 പത്തിരിയാണ്. നല്ല സ്മൂത്ത് വെച്ചാൽ നല്ല സ്മൂത്താണ് കാരണം. ഞാൻ മൈദ വാങ്ങുമ്പോൾ കാണിച്ചാലിട്ടാ. അങ്ങനെ നമ്മളെ പത്തിരിൻ്റെ വർക്കുകൾ തീരാൻ കഴിഞ്ഞിട്ടാ. ഞാൻ ലാസ്റ്റ് 2 കൂടെ ഉള്ളൂ. നമ്മളെ കഴിഞ്ഞാണ്ടാ നമ്മൾ ചൂടുക, പെറുക്കി വെക്കുക. എങ്ങനെയുണ്ട്? രസമല്ലേ? കൈ കൊള്ളണ്ട. ഞാൻ അടുത്ത എന്താ നമുക്ക്
അങ്ങനെ നമ്മൾ കിച്ചണിലെ പണി ഇപ്പോൾ ഏകദേശം തീർന്നു പറയാം. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇനി ഞാൻ വീഡിയോയുടെ അവസാനിക്കാൻ പോകുന്നു. അടുത്ത വീഡിയോ ഇതുപോലെ നമുക്ക് വീണ്ടും വരും. അപ്പം നമുക്ക് കാണാം കേട്ടോ.